നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ചർച്ച ശക്തമായിരിക്കെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് നടക്കുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി നേതൃതലത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പാർട്ടി വോട്ടിന്റെ അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്നും 2019 ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുമൊക്കെയാണ് കനത്ത തോൽവി ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി ഉയർത്തിയ വാദങ്ങൾ. തോൽവിയുടെ പശ്ചാത്തലത്തിൽ 2019 സമാനമായ തിരുത്തൽ നടപടികൾ വേണമെന്ന് ആവശ്യം ശക്തമാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായി എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടതിനൊപ്പം പാർട്ടിയുടെ ഉറപ്പ് വോട്ടുകളും ഒഴുകിപ്പോയതും നേതൃത്വം ഗൗരവമായിട്ടാണ് കാണുന്നത്. സർക്കാരിന്റെ പ്രവർത്തന ശൈലിയും പാർട്ടിയുടെ നയസമീപനത്തിലും ആത്മപരിശോധനയും തിരുത്തും വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിലെ തിരുത്തലും പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയാണ്. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുത്തലുകൾ വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും പാർട്ടി നേതൃയോഗങ്ങളിൽ ഇത് ആരെങ്കിലും ശക്തിയായി ഉന്നയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്ത് തീർക്കുന്നതും സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുന്നതടക്കം ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കും. സർക്കാരിനും സംസ്ഥാന പാർട്ടിക്കും പറയാനുള്ളത് കേട്ട ശേഷം കേന്ദ്ര നേതൃത്വവും തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചേക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് അംഗം പ്രകാശ് കാരാട്ടും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. K രാധാകൃഷ്ണന് പകരം മന്ത്രി വേണമോ എന്ന കാര്യവും നേതൃയോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരും.